അമൃത ഡിജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത ലക്ഷ്യം തേടിയുള്ള 12ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വിജയെ പോലെ തോൽക്കുക. നിങ്ങൾ 7 തവണ വീഴുന്നാൽ 8 തവണ നിങ്ങൾ എഴുന്നേൽക്കും. ജപ്പാൻ പഴമൊഴി. ചിക്കാഗോ ബുൾസ്, വാഷിംഗ്ടൺ വിസാർഡ്സ് എന്നീ ടീമുകൾക്ക് വേണ്ടി 15 സീസണുകളിലായി കളിച്ച എക്കാലത്തെയും വലിയ ബാസ്കറ്റ്ബോൾ കളിക്കാരനായ മൈക്കിൾ ജോർഡൻ 200-ലധികം റെക്കോർഡുകൾ. ഇന്നും അദ്ദേഹം വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് 563 കളികൾ അദ്ദേഹം കളിച്ചു. 30-ൽ കൂടുതൽ പോയിന്റുകൾ അദ്ദേഹം നേടി. 1990-കളിൽ എല്ലാ ആഴ്ചകളിലും പത്രങ്ങളും ടിവികളിലും ഈ നേട്ടങ്ങളെക്കുറിച്ച് വാഴ്ത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് മാത്രം ആരുമൊന്നും മിണ്ടിയില്ല. വിരമിച്ചതിന് ശേഷം എങ്ങനെ ഒരു വിജയമാകാൻ കഴിഞ്ഞു എന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകിയ ഉത്തരം കേട്ട് പത്രപ്രവർത്തകർ അത്ഭുതപ്പെട്ടുപോയി. 900 അവസരങ്ങൾ ഞാൻ കളിയിൽ പാഴാക്കിയിട്ടുണ്ട്. 300 പ്രാവശ്യം കളിയിൽ തോറ്റിട്ടുമുണ്ട്. 26 തവണ ടീമിന് ജയിക്കാനുള്ള അവസാനത്തെ ഷോട്ട് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ജീവിതത്തിൽ പലതവണ തോറ്റത് കൊണ്ടാണ് ഞാനിപ്പോൾ വിജയിച്ചത്. വാരാന്ത്യമാണെങ്കിലും അവധി ദിവസമാണെങ്കിലും രാവിലെ 5-ന് അദ്ദേഹം പരിശീലനത്തിനിറങ്ങുമായിരുന്നു. ഞാൻ ചെയ്യാത്ത എന്താണ് അയാൾ ചെയ്യുന്നത്? പത്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രശസ്തരാകുന്നവരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് നമ്മുടെ തെറ്റുധാരണയാണ്. അതിനു പുറകിലുള്ള കഠിനാധ്വാനം നമ്മൾ മനസ്സിലാക്കാതെ പോകും. അധികപക്ഷവും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ത്യാഗവുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ പിന്നിൽ. കോംബോ ബ്രാൻഡ് ചെയ്തതുപോലെ അദ്ദേഹം വിരമിച്ചതിന് ശേഷവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പരിശീലിക്കണമെന്നില്ല. ജീവിതത്തിൽ വിജയിച്ചവരുടെ ആത്മകഥകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടെന്നു വരാം. അവയിലൂടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യവും നിങ്ങൾക്ക് കണ്ടെത്താം. പരാജയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതും അവയിൽ നിന്നാണ്. നിങ്ങൾക്കൊരു ചാമ്പ്യൻ ആകണമെങ്കിൽ തെറ്റുപറ്റും എന്ന ഭയം മാറ്റി നിങ്ങൾ പരിശീലനം ചെയ്യുക. സത്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ തെറ്റ് പറ്റുമ്പോഴും നിങ്ങൾ ഓരോ പാഠങ്ങൾ പഠിക്കുകയാണ്. ആൾക്കൂട്ടത്തിൽ പ്രഗത്ഭൻ. അവൻ തൻ്റെ കഴിവുകളെ പരിശീലിപ്പിച്ചെടുക്കുന്നവനായിരിക്കും. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിൽ പലരും വിഷമിക്കാറുണ്ട്. ഇവിടെ ഒരു വിജയി വ്യത്യസ്തനാവുന്നത് ഇതുകൊണ്ടാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളെ മാറ്റി നിർത്തും, എന്നിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് അവരുടെ വിജയരഹസ്യം. നമ്മൾ പരാജയപ്പെടുന്നതും അതിൽ നിന്ന് പഠിക്കുന്നതുമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല ഇന്ധനം. തെറ്റ് പറ്റുമ്പോൾ അതിനെ തിരുത്തി മുന്നോട്ട് പോവുക. പിന്നെയും ആ തെറ്റ് ആവർത്തിക്കരുത്. വിജയത്തിലേക്കുള്ള പാതയിൽ ഒരു തെറ്റ് കുറഞ്ഞു എന്ന് കരുതുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ പോകുന്നു. ബൈ.